പിന്നെ CPM ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അധികം കളിക്കരുത്. ഇന്നലെ ഒരു കാളയുമായിട്ട് കണ്ടോൺമെൻറ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. നീയും തയ്പ്പിച്ച് വെച്ചോടാ ഒരു ബ്ലൗസ് എന്ന് സലീം കുമാർ പണ്ടൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഡയലോഗ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനോടും ഗോവിന്ദൻ മാമനോടും 2 ബ്ലൗസ് തയ്പ്പിച്ച് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പണി ഇന്നും നാളെയും അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ തുറന്നുവിടും എന്നാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ പോഷൻ നിങ്ങൾ കണ്ടോക്ക്. വെറുതെ ഒരു പറച്ചിലല്ല, കൈ ചൂണ്ടി വെച്ചോടാ എന്നുള്ള രീതിയിലുള്ള ഒരു വല്ലാത്ത ഒരു പ്രതികരണമായിരുന്നു ഇന്ന് VD സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയത്. അതിനുള്ളൊരു പണി വരുന്നുണ്ട് എന്നാ തോന്നുന്നത്. വെറുതെ ആണെങ്കിൽ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ച് പോകുന്ന ആളുകളാവണം. ഇതിന് പകരം അതൊരു ഭീഷണിയായിട്ട് തന്നെ കരുതിക്കൊള്ളാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ പോഷൻ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ BJPക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കണ്ടോൺമെൻറ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത്. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJPക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താണ്. അല്ലെങ്കിലും നമ്മുടെ പശുമ്പിയും പശുമാതാവും കാളമാതാവും ഒക്കെ അങ്ങ് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ BJPക്കാർക്ക് പശുമ്പിയും കാളിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പരിപാടികളിലൊക്കെ അവർ യൂസ് ചെയ്യും. അപ്പം ദൈവമാതാവും ഒന്നും ആവാറില്ല. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അതുപോട്ടെ. അപ്പം ഇന്നലെ പ്രശാന്ത് ശിവനെതിരെ സന്ദീപ് വാര്യർ ഒരു ചെറുതായിട്ടൊരു ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കണം. അതിൽ ഇന്നലെ പറഞ്ഞ കാര്യം എങ്ങനെയായിരുന്നു? ഒരു പെണ്ണിൻ്റെ പേരോ പെണ്ണോ ഒന്നുമല്ല. അതായത് പ്രശാന്ത് ശിവനെ വെച്ചുകൊണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞത് പ്രശാന്ത് ശിവന്റെ സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞത് ആ ഒരു തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പാർട്ടിയിൽ യുവമോർച്ച പാർട്ടിയിൽ തന്നെയുള്ള മറ്റൊരു ആൺ സുഹൃത്തുമായിട്ടുള്ള ചില വൈകൃതങ്ങളെ പറ്റിയാണ് അവിടെ സൂചിപ്പിച്ചത് എന്നുള്ളത് കേട്ട എത്ര ആൾക്കാർക്ക് മനസ്സിലായെന്ന് അറിയില്ല. ഞാൻ അതിൻ്റെ ചെറിയൊരു പോഷൻ വെക്കുന്നതിന് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഞാൻ അത് സംശയിക്കാൻ കാരണം BJPയുടെ ജില്ലാ പ്രസിഡന്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റിനുള്ള സ്വഭാവ സവിശേഷതയാണ്. അദ്ദേഹം യുവമോർച്ചയിലുണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്, എന്തിൻ്റെ പേരിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത്? അതൊക്കെ അന്വേഷിക്കട്ടെ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവിടെ ഒരു പെണ്ണിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു പെണ്ണോ ഒരു യുവതിയും ട്രാൻസ്ജെൻഡറും ഒക്കെ എടുത്തു പറയാണ്ട് ഒരു ആൺ സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചാണ് എന്തോ ഒന്ന് സന്ദീപ് വാര്യരുടെ കയ്യിലുള്ളതും അതിനെ സംബന്ധിച്ചുള്ള ഇനി പുറത്തോട്ട് വരാൻ പോകുന്ന മാരകമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ട്. നമുക്ക് ഈ ഒരു ഇന്നലത്തെ വർത്താനം നിന്ന് വ്യക്തമാണ്. അതിനുശേഷം അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകുമാറും അതുപോലെ തന്നെ പ്രശാന്ത് ശിവനും എവിടെയും തൊടാതെ ഇന്ന് രാവിലെ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിനും എല്ലാത്തിനും കൂടിയുള്ള പണിയാണോ ഈ വരുന്നത്? ഈ കാളനെ BJP പാർട്ടി ഓഫീസിന്റെ മുമ്പ് തന്നെ കെട്ടിടാൻ പറഞ്ഞതും അതിൻ്റെ മേലെ തന്നെ ഇരുത്തി പറഞ്ഞ ചില ആളുകളെ ചിലപ്പോൾ നമുക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലോട്ട് വിടേണ്ട അവസ്ഥ വരെ വരുന്നതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കോൺഗ്രസ് അല്ലെങ്കിൽ ഇത്രയും ദിവസം ഇവരെല്ലാവരും കൂടെ ഈ ഒരു പാർട്ടിന്റെ മേലോട്ട്, അതായത് ഒരു ഉടുപ്പില്ലാണ്ട്, അതായത് മൊത്തത്തിൽ തുറന്നയച്ചിട്ട് നടക്കുന്ന ഈ 2 പാർട്ടികൾ ഒരൊറ്റ സ്ലീവ്ലെസ് ഇട്ട് എന്ന രീതിയിലോട്ട് മറ്റൊരു പാർട്ടിന്റെ മേലോട്ട് കയറുന്ന അവസ്ഥയെ നമ്മൾ കണ്ടത്. അതായത് ഒരു 2 കാലിലും മന്തുള്ളവൻ ഒരു കൈമേൽ ഒരു അരിമ്പാറ വന്നവന്റെ മേലോട്ട് കയറുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്നലൊക്കെ കണ്ടിരുന്നത്. അപ്പൊ ഇതിനുള്ള എല്ലാത്തിനോടുള്ള പണി എല്ലാം മക്കളെ പിന്നാലെ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ സതീശൻ ഇന്ന് കൊടുത്തിട്ടുള്ള ഒരു ഇത്. ഇനി അത് മാത്രമല്ല, ഇത് BJPക്കുള്ള ആദ്യത്തെ താക്കീതാണ്. ഇനി രണ്ടാമത്തെ CPMനുള്ള താക്കീതും കൂടെ നിങ്ങൾ കേട്ടു നോക്കണം. CPM ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്.
വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല നോക്കിക്കോ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. അല്ല വെച്ചോ, അല്ല അതൊക്കെ ഇലക്ഷനൊക്കെ എത്ര ദിവസം, അല്ല ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്? അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. അത്രയും ദിവസം ഒന്നും പോകാൻ പാടില്ല. അല്ല നോക്കാം അല്ലേ, നോക്കാം. ആ അല്ല CPM നേതാക്കന്മാർക്ക്, ഒരു മന്ത്രിക്കുൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ആരോപണം. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച 2-3 ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല. ഗൗരവതരമായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു. അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു. റേപ്പ് കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട്? അവരെയൊക്കെ ആദ്യം പുറത്താക്കി. ആ MLA മാരുടെ, റേപ്പ് കേസിൽ പ്രതിയായ MLA രാജിവെക്കാൻ പറ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് MV ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനും. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പം BJPക്കുള്ളതും CPMനുള്ളതും ഒക്കെ മറ്റേ നമ്മളിങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. ഓരോ ഭൂതങ്ങളായിട്ട് പുറത്തോട്ട് തുറന്നു വിടും കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാണ്ട് രാഹുൽ ചെയ്തു എന്ന് പറയപ്പെടുന്ന, രാഹുലിന്റെ പേരിൽ ആരോപിച്ച കുറ്റം പോലും പറയാൻ പാടില്ല. കാരണം പരാതിക്കാരിയൊന്നുമില്ല. ആകെ വന്നത് റിപ്പോർട്ടർ എല്ലാ ദിവസവും ഒരേ ക്ലിപ്പിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരേ ഫോൺ കോളിന്റെ മുകളിൽ നിന്ന് ആര് എന്ത് ഏത് ഗർഭം ആരുടെ ഗർഭം എപ്പോൾ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി പെണ്ണുണ്ടോ പിള്ളാച്ചയാണോ ഒന്നും അറിയാത്ത ഒരു എന്താ പറയാ ടൈപ്പും വെച്ചിട്ട് ഓരോ ദിവസം രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് വൈകിട്ടൊന്ന് അതിൽ നിന്ന് തന്നെ ക്ലിപ്പ് കട്ട് ചെയ്ത് വിട്ടു എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എല്ലാവർക്കും വരും. പിന്നെ 2 പേര് പറഞ്ഞു വന്ന് ഒരു CPM സഹയാത്രിക, അതായത് CPMന്റെ ഒരു സൈബർ സഗാത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ സൈബർ അന്തം കമ്മിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക എന്നും പറഞ്ഞ ഒരാള് തനിക്ക് പണ്ടെന്നോ റൂട്ട് മാപ്പ് ചോദിച്ചു, അതായത് ശ്രീലങ്കയിലേക്ക് പോകുന്ന റൂട്ട് മാപ്പ് ചോദിച്ചു, അത് മറ്റൊരാളും ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഒരു അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. പിന്നെ വന്നത് മറ്റൊരു നടി, അതായത് ഈ ദേശാഭിമാനി പത്രത്തിലെ ഒരു എഡിറ്ററും അതുപോലെ തന്നെ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഒരാളുമായിട്ടുള്ള ഒരാളുടെ മകള് വേറൊരു വെടി പൊട്ടിച്ചു. അതിൽ രാഹുലിന്റെ പേര് പോലും പറയാത്ത ഒരു വെടി. ഈ 2 വെടികൾ മാത്രം വെച്ചിട്ടാണ് ഈ പറഞ്ഞ കോൺഗ്രസ് ഇപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വരെ രാജിവെപ്പിച്ച് ആളിപ്പോൾ അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള എല്ലാത്തിനുള്ള പണിയും ഇപ്പറഞ്ഞ BJPക്കും ഇപ്പറഞ്ഞ ഗോവിന്ദനെ മറയ്ക്കാനും മറ്റ് പല റേപ്പ് കേസിലെ മന്ത്രിമാരും MLA-മാരും കൂടെ കൊണ്ട് നടക്കുന്ന ഗോവിന്ദനും ശിവൻകുട്ടിയൊക്കെ അറിയാനും കൂടെ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒക്കെ അണ്ണാക്കിലേക്ക് അടിക്കുന്ന പണി വരും എന്നുള്ള കാര്യം വ്യക്തമാണ്, ശക്തമാണ്, കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത് വെറുതെ പറഞ്ഞൊരു വാക്കായിട്ടൊന്നും തോന്നുന്നില്ല. ഏതാണെങ്കിലും നിങ്ങൾ തയ്പ്പിച്ച് വെച്ച മക്കളെ ഒന്നല്ല പല ബ്ലൗസുകൾ, പലരും നിങ്ങൾ ബ്ലൗസ് ഇട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന അവസ്ഥ അത് പടുത്തുണ്ടാവും.